മനുഷ്യരായ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പ്രയാസങ്ങളൊന്നുമില്ലാത്ത, ബുദ്ധിമുട്ടുകളൊന്നുമില്ലാത്ത, രോഗങ്ങളില്ലാത്ത, മറ്റ് വിഷമങ്ങളൊന്നും അലട്ടാത്ത ഒരു ജീവിതം. ഇത് ആഗ്രഹിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. അതിനുവേണ്ടിയാണ് പലപ്പോഴും നമ്മൾ പരിശ്രമിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് അധികമാവുകയുമില്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മാനസികമായ സ്വസ്ഥത വേണം, സമാധാനം വേണം, ശരീരത്തിന് ആരോഗ്യം വേണം. ഇത് അംഗീകരിക്കുന്നു പരിശുദ്ധ ഇസ്ലാം. മനുഷ്യന്റെ ശരീരവും അവന്റെ ആത്മാവും അവന്റെ മനസ്സും എല്ലാം ഏറ്റവും നല്ല നിലയിൽ ആയിരിക്കണം എന്നുള്ളതിന് ആ അവസ്ഥയ്ക്ക് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന, വിശേഷിപ്പിക്കുന്ന ഒരു വാക്കുണ്ട്. അത് ആഫിയത്ത് എന്ന വാക്കാണ്. ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ആഫിയത്ത്. നമ്മൾ സാധാരണ അതിന് ഭാഷാന്തരം ചെയ്യുമ്പോൾ സൗഖ്യം എന്ന് പറയാറുണ്ട്. ആ ഒരു വാക്കിൽ ഒതുങ്ങുകയില്ല സത്യത്തിൽ ആഫിയത്ത് എന്നതിൻ്റെ വിശാലത. ഇപ്പൊ ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നത് ധാരാളമായി നമുക്ക് കാണാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു മനുഷ്യൻ വന്നിട്ട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, കൈഫ അഖൂലു ഹീന അസ്അലു റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് ചോദിക്കേണ്ടത്? ഇതാണ് ആ മനുഷ്യന്റെ ചോദ്യം. ഞാൻ അള്ളാഹുവിനോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ എങ്ങനെ ചോദിക്കണമെന്നർത്ഥം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖുൽ, നീ പറയുക, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വആഫിനി വർസുഖ്നി. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ചത്. നീ പറയുക, അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുവേ എനിക്ക് നീ പൊറുത്തു തരണമേ, വർഹംനി, എന്നോട് നീ കരുണ കാണിക്കണമേ, വആഫിനി, എനിക്ക് നീ സൗഖ്യം നൽകണമേ, വർസുഖ്നി, എനിക്ക് നീ ഉപജീവനം നൽകുകയും ചെയ്യണമേ. മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളാണ് ഈ ചോദിച്ചത് മുഴുവൻ. ഒന്ന് പാപമോചനം, മറ്റൊന്ന് അള്ളാഹുവിന്റെ കാരുണ്യം, മറ്റൊന്ന് സൗഖ്യം, വേറൊന്ന് റിസ്ഖ്, ഉപജീവനം. അപ്പൊ ആഫിനി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശാരീരികവും മാനസികവും ആത്മീയവുമായൊക്കെ ഉണ്ടാകേണ്ട നന്മയും സൗഖ്യവും എല്ലാം വരുന്ന ഒരു വാക്കാണ്. ഒരിക്കൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലിംനി ഷൈഅൻ അസ്അലുഹുല്ലാഹ തആല, എനിക്ക് അങ്ങ് ഒരു കാര്യം പഠിപ്പിച്ചു തരണം, അത് ഞാൻ അള്ളാഹുവിനോട് ചോദിച്ചോളാം. അങ്ങനെയുള്ള ഒരു കാര്യം എനിക്ക് പഠിപ്പിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞു, സലുല്ലാഹൽ ആഫിയ, നീ അള്ളാഹുവിനോട് ആഫിയത്ത് ചോദിക്കുക. സലുല്ലാഹൽ ആഫിയ. അങ്ങനെ കുറെ കാലം കഴിഞ്ഞ്, ദിവസങ്ങൾ പിന്നിട്ടു. അതിനുശേഷം അദ്ദേഹം വീണ്ടും വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അതേ ചോദ്യം, അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ സംബോധന ചെയ്തത് യാ അബ്ബാസ് യാ അമ്മ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പിതൃവ്യനായ അബ്ബാസെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു സംബോധന ചെയ്തു. നമുക്കറിയാമല്ലോ, അബ്ദുൽ മുത്തലിബിന്റെ മകനാണ് അബ്ബാസ്, ആ നിലയിൽ പിതൃവ്യനാണ്. അപ്പൊ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്, പിതൃവ്യ സഹോദര, എന്റെ പിതാവിന്റെ സഹോദര എന്ന് വിളിച്ചിട്ട് റസൂല് പറഞ്ഞ മറുപടി അത് തന്നെ, സലുല്ലാഹൽ ആഫിയ ഫിദ്ദുനിയ വൽ ആഖിറ, ദുന്യാവിലും ആഖിറത്തിലും അള്ളാഹുവിനോട് നിങ്ങൾ ആഫിയത്തിനെ ചോദിക്കുക. തന്നെയുമല്ല, ഒരു പ്രവാചക വചനത്തിൽ നമുക്ക് കാണാം, ഈ ഉപദേശം നൽകിക്കൊണ്ട് പറയുന്ന നമുക്ക് കാണാം, ഫഇന്ന ഹഉലാഇ തജ്മഉ ലക ദുനിയാക വ ആഖിറതക. നേരത്തെ പറഞ്ഞ വചനത്തിന്റെ അവസാന ഭാഗമാണ്, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വആഫിനി വർസുഖ്നി
എന്ന് പറഞ്ഞതിന് ശേഷം റസൂല് പറഞ്ഞതാണ് നിന്റെ ദുന്യാവും നിന്റെ ആഖിറവും എല്ലാം ഒരുമിച്ച് വരുന്ന ഒരു പ്രാർത്ഥനയാണിത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തു എന്നാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ പറയുന്നുണ്ട്, അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, അല്ലാഹുമ്മ ആഫിനി ഫി സമഇ. ഇങ്ങനെയുള്ള വാക്കുകൾ, അതായത് എൻ്റെ ശരീരത്തിന് നീ ആഫിയത്ത് നൽകണം, എൻ്റെ കണ്ണിന് നീ ആഫിയത്ത് നൽകണം, എൻ്റെ ചെവിക്ക് നീ ആഫിയത്ത് നൽകണം. ഇതൊക്കെ വേണമല്ലോ, ഇല്ലാതെ പറ്റൂലല്ലോ. കണ്ണിന്റെ കാഴ്ച പോയാൽ കഴിഞ്ഞു, ശരീരത്തിന് ആഫിയത്ത് നഷ്ടപ്പെട്ടാൽ തീർന്നു, ചെവി കേൾക്കാതെ വന്നാൽ പറയേണ്ടിയും വരൂല. അപ്പൊ ഇതൊക്കെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുന്ന വാക്കുകളാണ്. ഇതിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആഫിയത്ത്, അള്ളാഹുവിനോട് ഈ സൗഖ്യം, നമ്മൾ സാധാരണ പറയുന്ന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട സൗഖ്യം, അതാണ് ഈ ചോദിക്കുന്നത്. അതുപോലെ ഒരു ദീർഘമായ പ്രാർത്ഥനയിൽ ഈ ഭാഗം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ആഫിയത ഫീ ദീനി വ ദുനിയായ വ അഹ്ലി വ മാലി. അല്ലാഹുവേ, നിന്നോട് ഞാൻ ആഫിയത്തിനെ ചോദിക്കുന്നു. എവിടൊക്കെ? ഫീ ദീനി, എൻ്റെ മതത്തിൽ, വ ദുനിയായ, എൻ്റെ ഈ ഐഹിക ജീവിതത്തിൽ, വ അഹ്ലി, എൻ്റെ കുടുംബത്തിൽ, വ മാലി, എൻ്റെ സമ്പത്തിൽ. ഇനി എതിരാ ചോദിക്കാനുള്ളത്? അപ്പൊ ഇതിലൊക്കെ ആഫിയത്ത് ആവശ്യമാണ്. അപ്പൊ നമ്മൾ വെറുതെ സൗഖ്യം ഉണ്ടായിക്കോളും, അല്ലെങ്കിൽ ഭൗതികമായ ഏതെങ്കിലും കുറെ പുരോഗതികളോ എന്തെങ്കിലും പദവികളോ സാമ്പത്തികമായ അവസ്ഥകളോ ഒക്കെ ഉണ്ടായ ആഫിയത്തായി എന്ന് ഒരിക്കലും നമ്മൾ വിചാരിക്കണ്ട. കാരണം അതൊന്നും സ്ഥായിയായി നിലകൊള്ളണമെന്നില്ല. അത് സ്ഥായിയായി നിലകൊള്ളണം, ആ അവസ്ഥ നമുക്കുണ്ടാകണം, വലിയ ബുദ്ധിമുട്ടിലേക്ക് വലിച്ചെറിയപ്പെടുന്ന സാഹചര്യം ഉണ്ടായിക്കൂടാ എന്നുള്ളത് ഒക്കെ നമ്മളുടെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതിന് ഇത്തരം പ്രാർത്ഥനകൾ കൂടി ആവശ്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരുന്നു എന്ന് നാം മനസ്സിലാക്കുക. അപ്പൊ മാനസികമായ ആരോഗ്യം ആവശ്യമാണ്, ശാരീരികമായ ആരോഗ്യവും ആവശ്യമാണ്. ഇത് രണ്ടുമുള്ള വിശ്വാസിയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു വചനമുണ്ട്, അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറും മിനൽ മുഅ്മിനിൽ ലഈഫ്. ദുർബലനായ വിശ്വാസിയേക്കാൾ ഉത്തമനാണ് ആരോഗ്യമുള്ള ശക്തിയുള്ള വിശ്വാസി എന്നാണ്. അവിടെ പറഞ്ഞ ആ കുവ്വത്ത് മാനസികവും ശാരീരികവും എല്ലാം ഉള്ള വിശ്വാസിയാകുക എന്നുള്ളതാണ്. അതായിരിക്കണം ഒരു വിശ്വാസി, അങ്ങനെ ആകുകയും വേണം എന്നാണല്ലോ ആ പറഞ്ഞതിന്റെ അർത്ഥം. എന്നാൽ ദുർബലനായ വിശ്വാസിക്ക് അവൻ്റെതായ രൂപത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകാം, ഒരു ആരോഗ്യമുള്ള വിശ്വാസിക്ക് അവൻ്റെതായ രൂപത്തിലുള്ള കാര്യങ്ങളാകും ഉണ്ടാവുക. അപ്പൊ രണ്ടുപേർക്കും അവരുടേതായ ഓഹരികൾ ഉണ്ട് എന്നുകൂടി പറഞ്ഞു വെച്ചിട്ടാണ് ആദ്യം പറഞ്ഞത് എന്ത്? ശക്തിയുള്ള വിശ്വാസിയാണ് ദുർബലനായ വിശ്വാസിയേക്കാൾ ഉത്തമനായി വരിക എന്നുള്ളത്. അപ്പൊ ഈ നിലയിലാകണമെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിന് എപ്പോഴും ഒരു ആരോഗ്യം വേണം, മനസ്സിന് സമാധാനം വേണം, ശാന്തി വേണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, മനസ്സമാധാനമില്ലാത്ത ഒരു ജീവിതം നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? നമ്മുടെ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ, തൊഴിൽ ചെയ്യുന്ന ഇടങ്ങളിൽ, നമ്മൾ പഠിക്കുന്ന സ്ഥലങ്ങളിൽ, നമ്മൾ ഇടപെടുന്ന സ്ഥലങ്ങളിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ രാജ്യത്ത്, ഇവിടെ ഒന്നും സമാധാനമില്ലാത്ത, അപ്പം പിന്നെ നമ്മുടെ ഫലസ്തീനിലെ ഗസയിലെ നമ്മുടെ സഹോദരന്മാരെ പോലുള്ള ഒരു അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ ആലോചിക്കാൻ കഴിയില്ല നമുക്ക്. അപ്പൊ നമുക്ക് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണ്? മനുഷ്യന്റെ പ്രതീക്ഷയാണ് എപ്പോഴും നല്ല ഒരവസ്ഥ നിലനിന്ന് പോവുക എന്നുള്ളത്. എല്ലാ തലത്തിലും, വ്യക്തി ജീവിതത്തിലും, സ്വന്തം ശരീരത്തിലും, കുടുംബത്തിലും എന്ന് വേണ്ട സമൂഹത്തിലും, താൻ ജീവിക്കുന്ന ഇടപെടുന്ന എല്ലാ ഇടങ്ങളിലും അതുണ്ടാകണം എന്ന് മനുഷ്യൻ ആഗ്രഹിക്കുന്നു. അതിന് ഏറ്റവും പ്രധാനമായി ഉണ്ടാകേണ്ടത് ഒന്ന്, പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചിരുന്ന ചില കാര്യങ്ങളുണ്ട്. അതാണ് ഒന്ന് പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്ന്, നമ്മളുടെ മനസ്സ് നന്നാവുക എന്നുള്ളതാണ്. എന്തിനും മനസ്സ് നന്നായാലേ നമ്മുടെ ശരീരവും നന്നാവുകയുള്ളൂ, നമ്മുടെ പ്രവർത്തികൾ നന്നാവുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ പ്രശസ്തമായ ഒരു വചനമുണ്ടല്ലോ, അലാ ഇന്ന ഫിൽ ജസദി മുദ്ഗ ഇദാ സലഹത്ത് സലഹൽ ജസദു കുല്ലുഹു വ ഇദാ ഫസദത്ത് ഫസദൽ ജസദു കുല്ലുഹു. മനുഷ്യ ശരീരത്തിൽ ഒരു അവയവമുണ്ട്, അത് നന്നായാൽ മനുഷ്യനാകെ നന്നായി, അത് ചീത്തയായാൽ മനുഷ്യനാകെ ചീത്തയായി. അലാ വഹിയൽ ഖൽബ്, അതാണ് ഖൽബ്, ഹൃദയം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അപ്പൊ ഹൃദയ നന്മ, ഹൃദയ സംസ്കരണം, ഹൃദയ ശുദ്ധീകരണം
ഇതൊക്കെ ഇതിന്റെ ബേസ് ആയിട്ട് വരേണ്ട ഒരു കാര്യമാണ് എന്നർത്ഥം. ഖൽബ് എന്ന് പറഞ്ഞാൽ സാധാരണ രക്തം പമ്പ് ചെയ്യുന്ന ഒരു അവയവം എന്നുള്ള നിലയിലല്ല, ആ രൂപത്തിൽ മാത്രമല്ല, മറിച്ച് നമ്മുടെ ചിന്തകളുടെയും നമ്മുടെ വികാരങ്ങളുടെയും നമ്മുടെ തീരുമാനങ്ങളുടെയും ഒക്കെ കേന്ദ്രം എന്നുള്ള നിലയിൽ ആ ഖൽബ് സംശുദ്ധമാവുക. എന്നാൽ മനുഷ്യൻ ആകെ സംശുദ്ധനായി, ഏറ്റവും നല്ലവനായി മാറി. ബടക്കായാലോ ആകെ ബടക്കായി. ഇതിന് ഇസ്ലാം നൽകുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഊന്നൽ ഇതാണ്. അതുപോലെ തന്നെ യുദ്ധങ്ങൾ ഉണ്ടാകും, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകും, രോഗങ്ങൾ ഉണ്ടാകും, സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാകും, അതുപോലെ തന്നെ മരണങ്ങൾ സംഭവിക്കും. ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്ന വിവിധ രംഗങ്ങളാണ് ഇതൊക്കെ. ആക്സിഡന്റുകൾ സംഭവിക്കും, ഓർക്കാപ്പുറത്ത് കാലാകാലം കടന്നുപോകും. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരോഗ്യത്തോടു കൂടി നടക്കുമ്പോൾ ഇതൊന്നും നമ്മൾ, അല്ലെങ്കിൽ സ്വസ്ഥതയോടെ സമാധാനത്തോടെ നമ്മൾ ജീവിച്ചു പോകുമ്പോൾ ഇതൊന്നും ചിന്തിക്കാറില്ല. എല്ലാം റെഡിയാണ് എന്നുള്ള നിലയിൽ നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോകും. ഓരോന്ന് സംഭവിച്ചു തുടങ്ങുമ്പോഴാണ് നമ്മൾ അതിന്റെ വില തിരിച്ചറിയുന്നത്. ആരോഗ്യം ക്ഷയിച്ച് രോഗഗ്രസ്തനായി മാറുമ്പോഴാണ് ആരോഗ്യത്തിന്റെ വില അറിയുക. മനസ്സിന് നല്ല സന്തോഷവും സമാധാനവും സംതൃപ്തിയും ഒക്കെയായി ഇങ്ങനെ ജീവിക്കുമ്പോൾ മനസ്സമാധാനം തകരുന്ന എന്തെങ്കിലും ഒന്നുണ്ടാകുമ്പോഴാണ് മനസ്സമാധാനത്തിന്റെ വില, മാനസിക ആരോഗ്യത്തിന്റെ അവസ്ഥ നമ്മൾ ചിന്തിക്കുക. അപ്പൊ ഇത് രണ്ടും നമ്മൾ താരതമ്യം ചെയ്ത് ജീവിച്ചു പോകണമെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ മനസ്സിന്റെ താളം തെറ്റും. എങ്ങനെ? യുദ്ധങ്ങൾ വന്നു, പ്രകൃതി ദുരന്തങ്ങൾ വന്നു, വലിയ മഹാവ്യാധികൾ വന്ന് പിടികൂടി, അപകടങ്ങൾ സംഭവിച്ചു. പിന്നെ ഒപ്പം ജീവിച്ച, ഒരേപോലെ ചേർത്ത് പിടിച്ച് ജീവിച്ചിരുന്നവർ, മക്കളോ മാതാപിതാക്കളോ അല്ലെങ്കിൽ സഹോദരങ്ങളോ ഇണകളോ ഒക്കെയാകാം, പെട്ടെന്ന് അങ്ങോട്ട് മരണപ്പെട്ടു പോകുന്നു. താളം തെറ്റിപ്പോകുന്ന സന്ദർഭങ്ങളാണ്, പിടിച്ചു നിൽക്കാൻ കഴിയാത്ത രംഗങ്ങളാണ് അപ്പോഴൊക്കെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക. ഇവിടെ ഒരു വിശ്വാസി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ആ വിശ്വാസി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, എന്താകട്ടെ തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അത് അള്ളാഹു നിശ്ചയിച്ചതായിരിക്കും എന്ന ഒരു ഉറച്ച തീരുമാനം. ഞാൻ ഓതി വെച്ച വചനത്തിന്റെ സന്ദേശം അതാ. അതായത് സൂറത്തു തൗബയില് പ്രവാചകന്റെ പ്രതിയോഗികളായ കപടവിശ്വാസികളും അതുപോലെ തന്നെ ജൂതന്മാരും ഒക്കെ ആയിട്ടുള്ള ആൾക്കാര്, അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു നല്ല അവസ്ഥ വന്നാൽ, ഇൻ തുസിബക ഹസനത്തുൻ തസൂഹും, ഒരു നല്ല അവസ്ഥ നിനക്ക് സംജാതമായാൽ, വന്നുപെട്ടാൽ, തസൂഹും, അത് അവരെ ദുഃഖിപ്പിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും അനുയായികൾക്കും അഥവാ വിശ്വാസി സമൂഹത്തിന് ഒരു നല്ല അവസ്ഥ വരുന്നത് ഇന്നും പലരെയും ദുഃഖിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, അനുഭവിക്കുകയാണ് നമ്മൾ. വിശ്വാസി സമൂഹത്തിന് ഒരു നല്ല അവസ്ഥ ഉണ്ടാകരുത് ഒരു കാരണവശാലും. അവൻ സാമ്പത്തികമായി ഉയർന്നുകൂടാ, അവൻ വിദ്യാഭ്യാസപരമായി പുരോഗതി പ്രാപിച്ചുകൂടാ, അവൻ സാമൂഹികമായി ഉയർന്നുകൂടാ, അവൻ രാഷ്ട്രീയമായി പുരോഗതി പ്രാപിച്ചുകൂടാ. ഇതിന്റെ ഇങ്ങനൊക്കെ ആഗ്രഹിക്കുന്നവർ ഇന്നുമുണ്ട്. ഇൻ തുസിബക ഹസനത്തുൻ തസുഹും, അതേസമയം വയിൻ തുസിബക മുസീബത്തുൻ, എന്തെങ്കിലും ഒരു ആപത്ത് നിനക്ക് ബാധിച്ചാലോ, യഖൂലു, അവർ പറയുമായിരുന്നു, ഖദ് അഖദ്നാ അംറനാ മിൻ ഖബൽ, ആ ആപത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എല്ലാ അവസരങ്ങളും ഞങ്ങൾ മുമ്പ് തന്നെ കാത്തു സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും സംഭവിച്ചില്ല. നിങ്ങൾ അനുഭവിച്ചോ ഈ മനോഭാവം? ഖുർആൻ ഇന്നലെ ഇപ്പൊ ഇറങ്ങിയതാണെന്ന് തോന്നുന്നു ഇത് വായിച്ചതിന്റെ അർത്ഥം ഓർക്കുമ്പോൾ, പിന്നെ വിശദീകരണങ്ങൾ വായിക്കുമ്പോൾ. ഇപ്പൊ അവതരിച്ചതാണ് ഈ ഖുർആൻ, ഈ വചനം എന്ന് തോന്നിപ്പോകുന്നു. അതാണല്ലോ ഖുർആന്റെ അമാനുഷികത, അതാണല്ലോ ഖുർആന്റെ ആ വലിപ്പം, അതിന്റെ ഏറ്റവും വലിയ സവിശേഷത. എന്നിട്ട് പറയാണ്, വയത്തവല്ലം വഹും ഫരിഹൂൻ, അവരെന്ത് ചെയ്യും? ആഹ്ലാദ ചിത്തരായി തിരിച്ചു പോകും. മുഹമ്മദിനും അനുയായികൾക്കും പറ്റി, കിട്ടേണ്ടത് കിട്ടി എന്നുള്ള സന്തോഷത്തോടുകൂടി തിരിച്ചു പോകും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഉള്ളതിൽ പോലും മണ്ണ് വാരിയിടാൻ ശ്രമിക്കുന്ന ഒരു സമൂഹത്തിന്റെ ഇടയിൽ ജീവിക്കുമ്പോൾ വിശുദ്ധ ഖുർആന്റെ ഇത്തരം അധ്യാപനങ്ങളെ കുറിച്ച് ഒരു ഓർമ്മയെങ്കിലും പ്രിയമുള്ളവരെ എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതുണ്ട് എന്ന് സാന്ദർഭികമായി ഈ വചനം സൂറത്ത് തൗബയിലെ 50-51 വചനങ്ങള്. എന്നിട്ട് അത് അവസാനിപ്പിക്കുന്നത് എന്ത് പറഞ്ഞുകൊണ്ടാ? കുൽ, പറയുക പ്രവാചകരെ, നന്മ ബാധിക്കുമ്പോൾ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്ന, പ്രയാസമുണ്ടാകുമ്പോൾ നിങ്ങൾ അനുഭവിച്ചോ, ഞങ്ങൾ സുരക്ഷിതരാണ് എന്നുള്ള നിലയിൽ വിലയിരുത്തുന്ന ആൾക്കാരോട് പറ,
ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ. ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹു ഞങ്ങൾക്ക് നിശ്ചയിക്കുകയും തീരുമാനിക്കുകയും ചെയ്തത് ഏതോ അതല്ലാതെ ഞങ്ങളെ ബാധിക്കുകയില്ല എന്ന് പറഞ്ഞു കൊടുക്ക് പ്രവാചകരെ. എന്താ കാരണം? ഹുവ മൗലാന, അവനാണ് ഞങ്ങളുടെ യജമാനൻ. അള്ളാഹുവാണ് ഞങ്ങളുടെ യജമാനൻ. അവൻ എന്ത് തീരുമാനിച്ചുവോ നിശ്ചയിച്ചുവോ അതാണ് എന്റെ ജീവിതത്തിൽ സംഭവിക്കുക. സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, സംഭവിച്ചു കഴിഞ്ഞത്, ഇനി സംഭവിക്കാൻ ഇരിക്കുന്നതും അള്ളാഹുവിന്റെ നിശ്ചയമായിരിക്കും എന്ന് ഉറച്ചു വിശ്വസിക്കുക. അതൊരു വിശ്വാസിയുടെ ബാധ്യതയാണ്. എന്നിട്ട് പറഞ്ഞു വഅലല്ലാഹ് ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, വിശ്വാസികൾ അള്ളാഹുവിൽ മാത്രം തവക്കുൽ ചെയ്യട്ടെ, ഭരമേൽപ്പിക്കട്ടെ എന്ന് പറഞ്ഞാണ് ആ വചനം അവസാനിക്കുന്നത്. അവിടെ വിശ്വാസിക്കുണ്ടാകേണ്ട ഒരു നിശ്ചയദാർഢ്യത അതാണ്. എന്ത്? എന്റെ ജീവിതത്തിൽ ഞാനിങ്ങനെ സുഖമായി സന്തോഷത്തോടെ ഒരല്ലലുമില്ലാതെ പ്രയാസവുമില്ലാതെ ഞാനിങ്ങനെ ജീവിച്ചു പോവുക. ആ സന്ദർഭത്തിലായിരിക്കും എനിക്ക് സാമ്പത്തികമായി എന്റെ കച്ചവടത്തിൽ ഒരു ഇടിവ് സംഭവിക്കുക, അല്ലെങ്കിൽ എന്റെ ശരീരത്തിന് എന്തെങ്കിലും രോഗം ബാധിക്കുക, ഒരു അപകടം സംഭവിക്കുക. അപ്പൊ അത്രയും കാലം ഞാൻ എങ്ങനെ പോയോ അത് അള്ളാഹു നിശ്ചയിച്ചതാണ്. ഇപ്പൊ ഇതും അള്ളാഹു നിശ്ചയിച്ചതാണ്. ഈ ഒരു വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സ് താളം തെറ്റൂല. എന്ന് പറഞ്ഞ് നമ്മൾ ബേജാറാവൂല. മറിച്ച് നമ്മളെ നിയന്ത്രിച്ച് നിർത്തും. അതാണ് ആ പറഞ്ഞത്. അതാണ് എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും നമ്മൾ പറയാറുള്ള അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅ്ത. അല്ലാഹുവേ, നീ നൽകുന്നത് തടയാൻ ആരുമില്ല, നീ തടഞ്ഞത് നൽകാനും ആരുമില്ല. ഈ ഒരു ബോധം എന്ത് ജീവിതത്തിൽ സംഭവിച്ചാലും നമുക്ക് അതിജയിക്കാൻ കഴിയും എന്ന് നാം തിരിച്ചറിയുക. രണ്ടാമത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊക്കെ പരീക്ഷണങ്ങളായിരിക്കും. ആ പരീക്ഷണ രംഗത്ത് ഈ അള്ളാഹുവിനെ വിട്ട് നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു നിശ്ചയിച്ചതേ എന്നിൽ സംഭവിക്കുകയുള്ളൂ എന്ന് ദൃഢമായി വിശ്വസിക്കേണ്ട വ്യക്തി, ആ അള്ളാഹുവിനെ വിട്ടുകൊണ്ട് അള്ളാഹു അല്ലാത്തവരിലേക്ക് അവരുടെ സഹായവും അഭയവും തേടി പോകുന്ന മനോഭാവം ഒരിക്കലും വിശ്വാസി സമൂഹത്തിൽ നിന്നുണ്ടായിക്കൂടാ. വിശ്വാസികൾക്ക് ചിന്തിക്കുക പോലും ചെയ്യാൻ പാടില്ല. കാരണം എന്ത് പ്രയാസം നൽകുന്നുവോ ആ പ്രയാസം തട്ടി നീക്കാൻ അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും ആവില്ല. എന്ത് ഖൈറ് നൽകുന്നുവോ അത് തടഞ്ഞു വെക്കാൻ വേറെ ആർക്കും ആവില്ല. ഖുർആൻ അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം സൂറത്ത് സുമറിലെ 38-ാമത്തെ വചനത്തിലൂടെ ഖുൽ അഫറഅയ്തും മാ തദ്ഊന മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന പലരുമുണ്ടല്ലോ, അവയെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ, എന്തെങ്കിലും ഒരു ളുർറ്, എന്തെങ്കിലും ഒരു തിന്മ, എന്തെങ്കിലും ഒരു ഉപദ്രവം എനിക്ക് ബാധിക്കണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചാൽ ഹൽ ഹുന്ന കാശിഫാതു ദുർരി, ആ ളുർറ് തട്ടി മാറ്റാൻ അവറ്റകൾക്കാകുമോ? ഔ അറാദനി ബിറഹ്മ, അല്ലെങ്കിൽ അള്ളാഹു എനിക്കൊരു കരുണ, ഒരു റഹ്മത്തുണ്ടാകണമെന്ന് ഉദ്ദേശിച്ചാൽ ഹൽ ഹുന്ന മുംസികാതു റഹ്മത്തി, ആ റഹ്മത്ത് തടഞ്ഞു വെക്കാൻ അവറ്റകൾക്കാകുമോ? പറയുക പ്രവാചകരെ, ഖുൽ ഹസ്ബി അല്ലാഹ് വനിഅമൽ വകീൽ, എനിക്ക് അല്ലാഹു മതി, അവനാണ് ഭരമേൽപ്പിക്കാൻ ഏറ്റവും നല്ലവൻ. ഈ ഒരു മാനസികാവസ്ഥയിലേക്ക് വിശ്വാസി എത്തണം. ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടാകുന്ന എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അവൻ ഒരിക്കലും താളം തെറ്റുന്നവനായി മാറാൻ പാടില്ല. മറ്റുള്ളവരിലേക്ക് അഭയം തേടി പോകുന്നവനായിക്കൂടാ. അവൻ നിൽക്കേണ്ടടുത്ത് അവൻ നിൽക്കണം. അതുപോലെ ഇത്തരം അസഹനീയമായ സാഹചര്യങ്ങളിൽ ഒരു വിശ്വാസിയെ പിടിച്ചു നിൽക്കാൻ ശക്തി നൽകുന്ന ഒരു വാക്യമുണ്ട് പരിശുദ്ധ ഖുർആനില്. നമുക്കൊക്കെ പരിചിതമാണ്, പക്ഷെ അതിന്റെ ആഴം നമ്മളാരും മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഏതാണത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇത് നമ്മൾ ആരെങ്കിലും മരണപ്പെട്ടു എന്ന് കേട്ടാൽ പണ്ടൊക്കെ, ഇപ്പോഴില്ല കേട്ടോ, പണ്ടൊക്കെ, ഇപ്പൊ അതും മാറിപ്പോയി. പണ്ടൊക്കെ നമ്മൾ അലസമായിട്ടെങ്കിലും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പറയുമായിരുന്നു. അതിനുവേണ്ടി മാറ്റിവെച്ചു. നമ്മളത് മരിക്കുമ്പോ മരണവാർത്ത കേൾക്കുമ്പോ പറയാൻ വേണ്ടി മാത്രം. അതാണ് നമുക്ക് പറ്റിയ ഏറ്റവും വലിയൊരു തകരാറ്. ഇത് ഏത് സന്നിഗ്ധ ഘട്ടത്തിലും ഒരു വിശ്വാസിയെ പിടിച്ചു നിർത്താനുള്ള ശക്തിയാണ് ഈ വാക്ക്. ഇപ്പൊ അതുമില്ല. ഇപ്പൊ ആരെങ്കിലും മരിച്ചെന്ന് കേട്ടാൽ നമ്മൾ സോഷ്യൽ മീഡിയ ഉണ്ട്, വാട്സപ്പ് ഉണ്ട്, അതിലൂടെ നമ്മൾ ആരെങ്കിലും പ്രിന്റ് ചെയ്ത് വെച്ച ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഉണ്ടാവും, അതൊന്ന് കുത്തി കൊടുക്കും, അതിങ്ങനെ പോകും. എന്ത്
അതേസമയം കേൾക്കുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ടെന്ന് പറ, വായ കൊണ്ടെന്ന് പറ. അത് നമ്മുടെ ബാധ്യതയാണത്. അതിൽ മാത്രം ഒതുക്കാനുള്ളതുമല്ല, മറിച്ച് അത് വലിയൊരു പ്രഖ്യാപനമാണ്. എന്താ പ്രഖ്യാപനം? ഞങ്ങൾ അള്ളാഹുവിന്റെ അധീനത്തിലാണ്, ഞങ്ങൾ തിരിച്ചു ചെല്ലേണ്ടത് അങ്ങോട്ടാണ്. വല്ലാത്ത ഒരു പ്രഖ്യാപനമാണ് അതുകൊണ്ട് നടത്തുന്നത്. അതാണ് നമ്മൾ അതിന്റെ ഗൗരവം മനസ്സിലാക്കേണ്ടത്. ഞാൻ, എൻ്റെ ശരീരം, എൻ്റെ ജീവൻ, എൻ്റെ സമ്പത്ത്, എൻ്റെ കുടുംബം, എൻ്റെ മക്കൾ, എൻ്റെ പദവി, എൻ്റെ സ്ഥാനമാനങ്ങൾ എല്ലാം അള്ളാഹുവിൻ്റെതാണ്. അവനാണ് എനിക്കിത് നൽകിയത്. ഇതൊന്നും ഞാൻ ആവശ്യപ്പെട്ടിട്ട് നൽകിയതല്ല. എന്നെ ഈ ഭൂമുഖത്ത് ജനിപ്പിച്ച് വളർത്തിയത് ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ല. ഈ വേണ്ട സാഹചര്യങ്ങൾ മുഴുവൻ ഒരുക്കി തന്നത് ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ല. അവൻ എനിക്ക് നൽകിയതാ. എൻ്റെ ജീവൻ അവൻ നൽകിയതാ. എൻ്റെ കണ്ണിന്റെ കാഴ്ച അവൻ നൽകിയതാ. എൻ്റെ ചെവിയുടെ കേൾവി ശക്തി അവൻ നൽകിയതാ. എൻ്റെ ശരീരത്തിന് ആരോഗ്യം അവൻ നൽകിയതാ. എനിക്ക് ചിന്തിക്കാനും ആലോചിക്കാനും തീരുമാനമെടുക്കാനുമുള്ള സാഹചര്യം സൃഷ്ടിച്ചു തന്നത് ആ അള്ളാഹുവാണ്. ആ നിലയിൽ ഞങ്ങൾ അള്ളാഹുവിനുള്ളവരാണ്, അള്ളാഹുവിന്റെ അധീനതയിലുള്ളവനാണ് എന്നുള്ള പ്രഖ്യാപനം വരുമ്പോൾ മറ്റൊന്നിനും ഒരു സ്ഥാനവും അവിടെ ഉണ്ടാവില്ല. അതേത് സന്ദർഭത്തിലും വഇന്നാ ഇലൈഹി റാജിഊൻ. അതുകൊണ്ട് അവസാനിപ്പിച്ചില്ല, മടങ്ങിയെത്തേണ്ടത് അള്ളാഹുവിലേക്ക് തന്നെയാണ്, വേറെ എവിടത്തേക്കുമല്ല. ഈ ലോകം ഈ നശ്വരമാണ്. എനിക്ക് എന്ത് തന്നതും അള്ളാഹു തിരിച്ചെടുക്കും. ജീവൻ തന്നത് അള്ളാഹുവാണ്, റൂഹ് നൽകിയത് അള്ളാഹുവാണ്, അതവൻ തിരിച്ചെടുക്കും. ആരോഗ്യം നൽകിയത് അള്ളാഹുവാണ്, അതവൻ തിരിച്ചെടുക്കും. മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായ സൈനബ റളിയല്ലാഹു തആല അൻഹ തന്റെ ഒരു കുഞ്ഞ് കയ്യിൽ ഇങ്ങനെ എടുത്തു വെച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഇങ്ങനെ സക്രത്തുൽ മൗത്തിന്റെ അവസ്ഥ. കൊച്ചു കുഞ്ഞ്, ആരുടെ ഹൃദയമാണ് താളം തെറ്റാതിരിക്കുക? ആ കുഞ്ഞ് സക്രത്തുൽ മൗത്തിന്റെ അവസ്ഥയിലാണ്, മരണവെപ്രാളത്തിലാണ്. പ്രവാചകന്റെ അടുക്കലേക്ക് ഒരാളിനെ പറഞ്ഞയച്ചു. എന്റെ മകൻ മരണത്തോട് മല്ലടിക്കുന്നു, ഉപ്പ ഒന്ന് വരാൻ പറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്ന് പറഞ്ഞ ആളിനോട് പറഞ്ഞു, ഇസ്ബിരി വഹ്തസിബി, അവളോട് ക്ഷമിക്കാനും പ്രതിഫലം കാക്ഷിക്കാനും പറ. കാരണം ഇന്ന ലില്ലാഹി മാ അഖദ വലഹു മാ അഅത, അള്ളാഹു തന്നത് തിരിച്ചെടുക്കാൻ അവകാശം അള്ളാഹുവിനുണ്ടെന്ന് മോളോട് പറഞ്ഞേക്ക്. അദ്ദേഹം തിരിച്ചു വന്ന മറുപടി പറഞ്ഞു. വീണ്ടും ആളിനെ പറഞ്ഞയച്ചു. കുട്ടിയുടെ അവസ്ഥ കണ്ടിട്ട് സൈനബ റളിയല്ലാഹു തആല അൻഹയ്ക്ക് സഹിക്കണില്ല. നമുക്ക് സഹിക്കൂലല്ലോ. നമ്മുടെ ഒരു കൈക്കുഞ്ഞ്, നമ്മുടെ ഒരു കുഞ്ഞ് നമ്മുടെ കൈകളിൽ ഇരുന്ന് ഇങ്ങനെ മരണവുമായി മല്ലടിക്കുന്ന ഒരു രംഗം കണ്ടാൽ ആർക്കാ പ്രിയമുള്ളവരെ സഹിക്കുക? വീണ്ടും ആളിനെ പറഞ്ഞയച്ചു. അങ്ങനെ പല പ്രാവശ്യം ആവർത്തിച്ചു കഴിഞ്ഞപ്പോൾ പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈനബയുടെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് പ്രവാചകൻ ആ കുഞ്ഞിനെ കയ്യിലേക്ക് വാങ്ങി മടിയിൽ വെച്ചിരുന്ന് കരയാൻ തുടങ്ങി. പേരക്കിടാവാണല്ലോ, കരഞ്ഞു പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരയുന്ന കണ്ട് ഒപ്പം ഉണ്ടായിരുന്ന സഹാബത്ത് ചോദിച്ചു, അല്ല അങ്ങ് കരയുകയോ? ആരാണ് പ്രിയമുള്ളവരെ ഉറ്റവരുടെവരും മരിക്കുമ്പോൾ കണ്ണീന്ന് വെള്ളം വീഴാത്തത്? ആരെങ്കിലും ഉണ്ടാവുമോ? ഏറ്റവും അടുത്ത ആരെങ്കിലും മരണപ്പെട്ടാൽ അത് വന്നു പോകും, വരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല. അക്കാലത്ത് വേറൊരു ദുഷിച്ച സ്വഭാവം ഉണ്ടായിരുന്നു, അലമുറയിട്ട് കരയുക, മാറത്തടിച്ച് കരയുക, തലമുടി വലിച്ചു കീറുക, ഇങ്ങനെ ശരീരത്തുള്ള വസ്ത്രം പിച്ചി ചെയ്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ നിയാഹത്ത് എന്നാണ് അതിനെക്കുറിച്ച് അറബിയിൽ പറയുക. അത് വിരോധിച്ചു റസൂല്. അതുകൊണ്ടാണ് സഹാബത്ത് ഈ ചോദ്യം ചോദിച്ചത്, അങ്ങും കരയുകയോ? അപ്പൊ റസൂലിന്റെ ഒരു മറുപടി ഉണ്ട്, ഹാദിഹി റഹ്മ, ഇത് കാരുണ്യമാണ്. ജഅലഹല്ലാഹു തആല ഫീ ഖുലൂബി ഇബാദി, അല്ലാഹു അവന്റെ ദാസന്മാരുടെ ഹൃദയത്തിൽ നിക്ഷേപിച്ച കാരുണ്യമാണിത്. ആ കരുണ പരസ്പരം ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തു. അവിടെ പറഞ്ഞ ഒരു വാക്കിതാണ്, അല്ല തന്നു അള്ളാഹു തിരിച്ചെടുക്കുന്നു എന്ന് മകളെ ആശ്വസിപ്പിച്ച വാക്ക്. ആര്? കാരുണ്യത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നുള്ളത് നമ്മൾക്ക് ഇങ്ങനെയുള്ള അസഹനീയമായ ഏതെങ്കിലും സാഹചര്യം ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ
ഉണ്ടായി എന്ന് കേൾക്കുമ്പോൾ, അനുഭവിച്ചറിയുമ്പോൾ, കാണുമ്പോൾ, അറിയാതെ നമ്മുടെ മനസ്സിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു താളവും നമുക്ക് തെറ്റൂല. അതിന്റെ പേരിൽ നമ്മൾ ഖിന്നരായി മാറൂല. അതാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നതിന്റെ ആശയം. അത്ര വലുതാണ്. ആ ആശയം ഉൾക്കൊള്ളാനാണ് നാം ശ്രമിക്കേണ്ടത്. നമ്മൾ ആകെ മനസ്സിലാക്കിയിരിക്കുന്നത് മരണവാർത്ത കേൾക്കുമ്പോൾ പറയാനുള്ളതാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതൊന്ന് അവസാനിപ്പിക്കണം. അത് പറയണം ആ സന്ദർഭത്തിൽ. ഇതെപ്പോഴാ പറഞ്ഞു നോക്ക്. സൂറത്തുൽ ബഖറയിൽ നമുക്കറിയാല്ല, പരീക്ഷണങ്ങളുടെ നീണ്ട പട്ടിക അല്ലാഹു പറഞ്ഞു. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വത്തമറാത്ത് വബശ്ശിരിസ് സാബിരീൻ അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഉലൈക അലൈഹിം സലവാത്തും മിർ റബ്ബിഹിം വറഹ്മ വഉലൈക ഹുമുൽ മുഹ്തദൂൻ. ഇതാണ് വചനങ്ങൾ. അതിനപ്പുറം ഇപ്പുറവും പറഞ്ഞും കൂടി നമ്മൾ മനസ്സിലാക്കണം. എന്താണത്? നിങ്ങളെ പല രൂപത്തിലും പരീക്ഷിക്കും. ഭയം, വിശപ്പ്, ധനത്തിലുള്ള കമ്മി, അതുപോലെ തന്നെ ജീവൻ പിന്നെ പിടിച്ചുകൊണ്ടു പോവുക, മരണം വർദ്ധിപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ വിഭവങ്ങളിലുള്ള കമ്മി, ഇതൊക്കെ വരുത്തിക്കൊണ്ട് പരീക്ഷിക്കും. ഭക്ഷണം നൽകാതെ പരീക്ഷിക്കും, മരണം ഉണ്ടായി പരീക്ഷിക്കും, അതുപോലെ തന്നെ സമ്പത്തിൽ പരീക്ഷണം ഉണ്ടാകും. ഇതൊക്കെ ഉണ്ടാകും. എന്നിട്ട് പറഞ്ഞാണ് വബശ്ശിരി സാബിരീൻ, ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. എന്നിട്ടാ പറഞ്ഞത് ആരാണ് ഈ സാബിരീങ്ങൾ? അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ, ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പ്രയാസം, ഒരു വിപത്ത്, ഒരു മുസീബത്ത് അവരെ ബാധിച്ചാൽ ഖാലു, അവർ പറയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞാലുള്ള ഗുണം എന്താണ്? ഉലൈക അലൈഹിം സലവാത്തും മിർ റബ്ബിഹിം വറഹ്മ, അവരുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള കാരുണ്യവും അനുഗ്രഹവും അവർക്കുണ്ടാവും എന്നാ പറഞ്ഞത്. ഇത് പറഞ്ഞാല് ഇപ്പൊ നമ്മളെ പിടിച്ചു നിർത്താൻ, നമുക്ക് അസഹനീയമായ സാഹചര്യങ്ങൾ സംജാതമാകുമ്പോൾ മനസ്സിന് പ്രയാസം ഉണ്ടാക്കുന്ന, ദുഃഖമുണ്ടാക്കുന്ന ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഇപ്പം ഈ പറഞ്ഞതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന അല്ലേ? ധനനഷ്ടം, വിഭവനഷ്ടം, പിന്നെ അതുപോലെ തന്നെ ജീവനഷ്ടം, ഇതൊക്കെ സംഭവിക്കുന്നതാണ്. ഇങ്ങനെയുള്ള വേളകളിലൊക്കെ ഏത് നയം സ്വീകരിക്കണം എന്നാണ് ഖുർആൻ ഈ വചനത്തിലൂടെ പഠിപ്പിച്ചത്. അപ്പൊ നമ്മളെ പിടിച്ചു നിർത്താനുള്ള ഒരു വചനമാണെന്ന് നാം ഓർക്കുക. അതുപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ടത്, മാനസിക പ്രയാസങ്ങൾ ഉണ്ടാക്കുമ്പോൾ പ്രധാനമായും രണ്ട് വികാരങ്ങൾ ഉണ്ടാവും. ഒന്ന് ഭയം, ഒന്ന് വിഷമം, ഹുസ്ന്, ദുഃഖം. അത് അതിനെക്കുറിച്ചാ, കഴിഞ്ഞു പോയതിനെ കുറിച്ച്. ഇപ്പൊ ഏറ്റവും അടുത്ത ഒരാൾ മരണപ്പെട്ടു, അത് ദുഃഖത്തിലേക്ക് പോകും, ദുഃഖം ഉണ്ടാവും. നല്ല ഒരു കച്ചവടം ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു, പൊളിഞ്ഞങ്ങാട് പോയി, ആർക്കാ ദുഃഖം ഉണ്ടാകാതിരിക്കുക? അപ്പൊ അതിന്റെ ഒരു ഭാഗം അതാണ് ഹുസ്ന് ഉണ്ടാകുക എന്ന, ദുഃഖം ഉണ്ടാകുക എന്ന്. രണ്ടാമത്തത് വരുന്നത് എന്താ? പിന്നെ ഖൗഫാണ്, ഭയം. ഇനി ഞാൻ എന്ത് ചെയ്യും? ആശങ്ക, ഭയം. ഇത് രണ്ടും ഉണ്ടാകും. നമ്മളൊക്കെ അനുഭവിക്കുന്നവരല്ലേ ഇത് വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടോ? ഈ രണ്ട് സന്ദർഭങ്ങളിലും നാം എടുക്കേണ്ട നയം, അല്ലെങ്കിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യം ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതെന്താണ്? ആ ഹുസ്ൻ ഉണ്ടല്ലോ, ആ ദുഃഖം, ആ വിഷമം, ആ സന്ദർഭത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട കാര്യമാണ് സ്വബർ, ക്ഷമ. ക്ഷമിച്ചുകൊണ്ട് അതിജയിക്കുക. ക്ഷമ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുത്തിപ്പിടിച്ച് എവിടെയെങ്കിലും കൂടിയിരിക്കുക എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. സംഭവിച്ചതിൽ ക്ഷമ അവലംബിച്ചുകൊണ്ട് അത് അതിജയിക്കാൻ നോക്കുക, അടുത്തതിലേക്ക് നീങ്ങുക. അതാണ് ഖുർആൻ പറഞ്ഞു തന്നിട്ടുള്ള കാര്യം. ചരിത്രമൊക്കെ ഒരുപാട് പറയുന്നുണ്ട് അതുമായി. രണ്ടാമത് ഖൗഫാണ്. ഇനി എന്തായിരിക്കും? കച്ചവടം പൊളിഞ്ഞു, ഇനി എന്ത്? ഏറ്റവും അടുത്ത ആള് മരിച്ചുപോയി, ഭാര്യ മരിച്ചു, അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു, ജ്യേഷ്ഠൻ മരിച്ചു, മകൻ മരിച്ചു, ഇനി എന്ത്? മുമ്പിൽ ഒരു ശൂന്യത. അവിടെയാണ് അള്ളാഹു പഠിപ്പിച്ച തവക്കുൽ. അവിടെയാണ് തവക്കുൽ. അള്ളാഹുവിൽ ആര് തവക്കുൽ ചെയ്യുന്നുവോ അവൻ അത് മതി, വേറെ ഒന്നും വേണ്ട. അള്ളാഹു മുത്തവക്കിലീങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുമാണ്. നിങ്ങൾ നോക്ക്,
ചിലപ്പോഴൊക്കെ നമുക്കൊക്കെ ഒരു സംശയമുണ്ട്, എന്നാലും എന്താണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ? എൻ്റെ എന്തെങ്കിലും പോരായ്മയാണോ? എൻ്റെ വിശ്വാസത്തിന് എന്തെങ്കിലും സംഭവിച്ചതാണോ? അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന തെറ്റുകൾ നിമിത്തമാണോ എനിക്ക് ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളും പ്രയാസങ്ങളും വന്നുകൂടുന്നത്? നമ്മൾ ശങ്കിച്ചു പോകാറുണ്ട്, സ്വാഭാവികം. പക്ഷെ അവിടെ നാം ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു കുറ്റവും ചെയ്യാത്ത പ്രവാചകന്മാർക്ക് ഉണ്ടായിട്ടില്ലേ വലിയ വലിയ പരീക്ഷണങ്ങൾ? ഉണ്ടായിട്ടില്ലേ? ഒരൊറ്റ പ്രവാചകനെ മാത്രം ഞാൻ എടുക്കാം, യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. വലിയ പാഠമുണ്ട് ആ പ്രവാചകന്റെ ചരിത്രത്തിൽ. ഈ പറഞ്ഞ തനിക്ക് സംഭവിച്ച പ്രയാസത്തില് സബർ എന്ന് എടുത്തു പറഞ്ഞ 2 രംഗങ്ങളുണ്ട് സൂറത്ത് യൂസുഫ് പരിശോധിച്ചാൽ നമുക്ക് കാണാം. ആ 2 സന്ദർഭത്തിലും യാക്കൂബ് നബി പ്രയോഗിച്ച വാക്ക് ഫസബറുൻ ജമീൽ, ഭംഗിയുള്ള ക്ഷമ. അതേ പരിഹാരമുള്ള. ഒന്ന് പറഞ്ഞപ്പോഴെന്നറിയോ, ചരിത്രം പറയാൻ നേരമില്ല. ഒന്ന് പറഞ്ഞത് യൂസുഫ് നബിയെ കൊണ്ടുപോയി കിണറ്റിലിട്ടിട്ട് ചെന്നായി പിടിച്ചു എന്ന് പറഞ്ഞ് പിന്നെ ഷർട്ടിനകത്ത് ചോര മുക്കി കൊണ്ടുവന്ന് കൊടുത്തു ബോധ്യപ്പെടുത്തിയ സന്ദർഭം. അപ്പൊ പറഞ്ഞു ഫസബറുൻ ജമീൽ വല്ലാഹുൽ മുസ്തആൻ അലാ മാ തസിഫൂൻ. അതാണ് ആദ്യം പറഞ്ഞത്. എന്തൊരു ക്ഷമയാണെന്ന് ആലോചിച്ചോ. ഏറ്റവും അടുത്ത കരളിന്റെ കഷ്ണമായ മോനെയാണ് ആ കൊണ്ടുപോയി കാണിച്ചത്. പിന്നെ പറഞ്ഞത് എപ്പോഴാന്നറിയോ? ഇവരെല്ലാരും കൂടി ബുന്യാമീനെയും കൂട്ടി യൂസുഫ് നബി അടുക്കല് ഭക്ഷണത്തിന് വേണ്ടി പോയപ്പോൾ ബുന്യാമീൻ അവിടെ പിടിച്ചു നിർത്തിയിട്ട് ഇവര് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ മകൻ കട്ടു, അതുകൊണ്ട് അവിടെ പിടിച്ചു നിർത്തിയിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോഴും പറഞ്ഞു ഫസബറുൻ ജമീൽ, ഞാൻ എന്ത് ചെയ്യാനാ, ക്ഷമ തന്നെ. ആ ക്ഷമയുടെ അങ്ങേയറ്റം ദുഃഖം നിമിത്തം യാക്കൂബ് നബിയുടെ 2 കണ്ണുകളും വെള്ള നിറമായി പോയി എന്നാ ഖുർആൻ പറഞ്ഞത്. കഥയല്ല ഇത്, ഖുർആൻ പറഞ്ഞതാ. ആ അവസ്ഥയിൽ നിന്ന് എഴുന്നേറ്റു വന്നില്ലേ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതാണ് പ്രതീക്ഷ എന്ന് പറയുന്നത്. ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ. ഇതൊക്കെ നമുക്ക് ചിന്തയും മാതൃകയും ആകേണ്ടതുണ്ട്. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കുന്നത് കൊണ്ട്, നമ്മുടെ സൗഖ്യം നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ട് ഒരിക്കലും നമ്മൾ ദുഃഖിതരായി താളം തെറ്റിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തരുത്. മറിച്ച് നമ്മളെ പിടിച്ചു നിർത്താനുള്ള ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവിടെയാണ് വിശ്വാസി നിൽക്കേണ്ടത്. അപ്പൊ എന്തിനേയും അവൻ അതിജയിക്കാം, ആരെയും അതിജയിക്കാം, ഏത് കേമനെയും അതിജയിക്കാൻ അവന് കഴിയും. പക്ഷെ ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. മലിക്കുൽ ജബ്ബാറായ അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്തു തരുമാറാകട്ടെ. ഒരൊറ്റ വാചകം മാത്രം. നമ്മുടെ സംസ്ഥാനം ഒരു യുപിയോ ഒരു ബീഹാറോ അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും സംസ്ഥാനങ്ങളാകുന്നത് ഒരിക്കലും നമ്മളാരും ആഗ്രഹിക്കുന്നില്ല, ആഗ്രഹിച്ചുകൂടാത്തതാണ്. പക്ഷെ പലതും സംഭവിക്കുന്നത് നമ്മളെ വല്ലാതെ ബേജാറാക്കുന്നു, നമ്മളെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, നമ്മളെ ഏറെ ചിന്തിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് പോകുന്നു. നമ്മൾ ഇപ്പൊ സാധാരണയായി നമ്മളുടെ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്നവരുടെ പല നിയമങ്ങളും അവരുടെ ആരും ഇവിടെ ഇല്ലാതെ, നിയമസഭയിലോ അല്ലെങ്കിൽ മറ്റെവിടെയോ ഇല്ലാതെ വളരെ ഭംഗിയായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമായി നമ്മുടെ കേരളം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ആരും എന്നോട് ദേഷ്യം വിചാരിച്ചിട്ട് കാര്യമില്ല, ഇതൊരു നഗ്ന സത്യം. ഇപ്പൊ ഏറ്റവും അവസാനം പലതും കണ്ടു. ഇപ്പൊ ഏറ്റവും അവസാനം കഴിഞ്ഞ ഈ ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ വളരെ സന്തോഷിച്ചു. 2002 സെപ്റ്റംബർ 7-നാണ് ദേശീയ വിദ്യാഭ്യാസ നയം വരുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ മതേതര പാരമ്പര്യത്തെയോ അതുപോലുള്ള കാര്യങ്ങളെയോ ഉൾക്കൊണ്ടുകൊണ്ടുള്ളതല്ലാത്തത് കൊണ്ട് എല്ലാവരും അന്നേ അതിനെ എതിർത്തിട്ടുള്ള കാര്യമാണ്. എതിർപ്പ് ഫലം ചെയ്തില്ല. കാരണം ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഉള്ളത് കൊണ്ട് അതിങ്ങനെ നടന്നുകൊണ്ടേയിരുന്നു. പക്ഷെ അത് കേരളത്തിൽ നടപ്പിൽ വരുത്തണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ ഇത് കാവ്യവൽക്കരണത്തിന്റെ വിദ്യാഭ്യാസമാണ്, അതുകൊണ്ട് ഞങ്ങൾ അത് ഏറ്റെടുക്കൂല എന്ന് പറഞ്ഞ് നമ്മളൊക്കെ സന്തോഷിച്ചു. ഇപ്പൊ ഇതാ ഇന്നലെ ഒപ്പുവെച്ച് കഴിഞ്ഞു നമ്മുടെ സംസ്ഥാനം. നാഗ്പൂറിൽ സിലബസ് ആണത്, അതാണ് അതിന്റെ വിഷയം. ഇന്ത്യ രാജ്യം ഭരിച്ച മുസ്ലിമീങ്ങളില്ല ഇവിടെ, ആ ചരിത്രത്തിൽ ഉണ്ടാവൂല. ബ്രിട്ടീഷുകാർക്കെതിരെ നെഞ്ചു നിവർത്തി നിന്ന് പോരാടിയ മുസൽമാന്റെ ചരിത്രം ഉണ്ടാവില്ല അതില്. അങ്ങനെയുള്ള കുറെ വിദ്യാഭ്യാസമാണ് ഈ നടപ്പിൽ വരുത്താൻ ശ്രമിക്കുന്നത്.
കേരളത്തിലും അതിന് അനുവാദം കൊടുക്കുന്നത് എന്തിന്റെ പേരിലായിരുന്നാലും ശരി നമുക്ക് വളരെ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. ഗ്രഹിക്കുന്നവർ ഗ്രഹിക്കട്ടെ. നമ്മളൊക്കെ എല്ലാവരും വലിയ പ്രതിഷേധം അതിനെതിരെ കൂടി ചെയ്യുന്നുണ്ട്. എന്തിന്റെ പേരിലായിരുന്നാലും ശരി നമ്മുടെ സംസ്ഥാനം നവോത്ഥാന നായകന്മാർ ഉയിരുകൊടുത്തുണ്ടാക്കിയെടുത്തത്. ഈ കാണുന്ന നല്ല അവസ്ഥ അതാരുടെയെങ്കിലും കയ്യിൽ ചില്ലിക്കാശിന് വേണ്ടി കൊണ്ടുപോയി വെച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ആ മുൻഗാമികളായ നവോത്ഥാന നായകന്മാർ നടത്തിയ ത്യാഗ പരിശ്രമങ്ങളോടുള്ള നന്ദികേടാണ്. വലിയ പ്രതിഷേധമുണ്ടാ ചെയ്തത് എന്ന് മാത്രം ഉണർത്തുകയാണ്. ഏതായാലും കാര്യങ്ങൾ കാര്യമായി ഗ്രഹിച്ച് മുന്നോട്ട് പോകാനുള്ള തൗഫീക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും പ്രദാനം ചെയ്തു കൊടുക്കുമാറാകട്ടെ, നമുക്ക് നൽകുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന പലർക്കു വേണ്ടിയും പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ രോഗങ്ങളെ ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. സിഹ്ഹത്തും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങൾ പിടിപെട്ട് വിഷമിക്കുന്നവരുടെ വിഷമങ്ങളെ അള്ളാഹു അകറ്റി കൊടുക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ നാടിനും അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്തു തരുമാറാകട്ടെ. സർവോപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അള്ളാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم. ربنا آتنا في الدنيا حسنه وفي الاخره